പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തൊഴിലാളി പുച്ഛമാണ്, ആശാസമരത്തെ പുച്ഛമാണ്, സമരം ചെയ്യുന്നവരെ പുച്ഛമാണ്. എന്നിട്ട് ഇവരുടെ ആവാസം നടത്തുന്നത് ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്? യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കോലമാക്കി അവിടേക്ക് എരച്ചു കയറി ഏത് കാലത്ത് ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നത്? ആ യൂണിവേഴ്സിറ്റികളുടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത പോലീസിനില്ലേ? പോലീസ് നോക്കി നിൽക്കുമ്പോഴല്ലേ ഇതുപോലെ വൃത്തികേട് നടന്നത്? യൂണിവേഴ്സിറ്റി ജീവനക്കാരെ എന്തിനാ തല്ലിയത്? ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെ തല്ലാമോ? അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന കുട്ടികളെ തല്ലാമോ? ഗവർണർക്കെതിരായ സമരമാണോ അതോ ഗുണ്ടായിസമാണോ നടന്നത്? ഇന്നലെ ഗുണ്ടായിസമാണ് നടന്നത്. ഗുണ്ടായിസം, ജീവനക്കാരെ തല്ലി വിദ്യാർത്ഥികളെ തല്ലിയിട്ടാണോ ഗവർണർക്കെതിരായി സമരം ചെയ്യുന്നത്? അത് രാജ്ഭവനിലേക്ക് സമരം ചെയ്യും, രാജ്ഭവനിലേക്ക് സമരം ചെയ്യും. ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അതിപ്പോ അവരൊരു ചാരക്കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ ടൂറിസം വകുപ്പിനെയും ടൂറിസം മന്ത്രിയെയും കുറ്റപ്പെടുത്തില്ല. അറിഞ്ഞുകൊണ്ട് ഒരാളും കൊണ്ടുവരില്ലല്ലോ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരാൾ കുറച്ചാൾ കഴിയുമ്പോൾ ചാര പ്രവൃത്തി നടത്തി എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ നമ്മൾ കുറ്റക്കാരാവോ? ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ കൂടെ ഇന്ന് എത്ര പേര് ഫോട്ടോ എടുക്കുന്നു? ആ ഫോട്ടോ എടുക്കണം നാളെ വല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായ നിങ്ങളെല്ലാം കൂടി മൈക്കും ചൂട്ടിട്ട് അത്രയുള്ള കാര്യം. അങ്ങനെ പ്രതിപക്ഷമാണ് എതിർക്കേണ്ട സ്ഥലം ഞങ്ങൾക്കറിയാം. അതിനെ ഞങ്ങൾ എതിർക്കും. ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞ് ഞങ്ങൾ അല്ലെന്ന് ക്ലീൻ ചിറ്റ് അല്ല. അദ്ദേഹം കുറ്റക്കാരനല്ലല്ലോ. അദ്ദേഹം കുറ്റക്കാരല്ല, ഡിപ്പാർട്ട്മെന്റും കുറ്റക്കാരല്ല. അവര് ഒരു വ്ളോഗറെ കൊണ്ടുവന്ന സമയത്ത് അവര് ചാരപ്രവൃത്തി നടത്തിയെന്ന് ഇവർക്ക് അറിയോ? ഇവർക്ക് അറിഞ്ഞവർ കൊണ്ടുവരുമോ? അവർ വ്ളോഗർ നിലയിലെ കൊണ്ടുവന്ന് പിന്നീടല്ലേ ഇന്റലിജൻസ് ഏജൻസിയും സെൻട്രൽ ഏജൻസിയും കണ്ടുപിടിച്ച് അവരൊരു ചാരപ്രവൃത്തി നടത്തിയ ആളാണെന്ന് അറിയുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ എങ്ങനത്തെ പരിപാടിയാണ്, എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റുമോ? നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ വരെ നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ പറഞ്ഞു, നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ വധുവരന്മാരുടെ തൊട്ടിപ്പുറത്ത് നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കും. തൊട്ടപ്പുറത്ത് വേറെ ആരോ നിൽക്കുന്നുണ്ട്. അത് വല്ല കുഴപ്പക്കാരനാണെങ്കിൽ അതേ നമ്മൾ ഒരുമിച്ച് പോയി ഫോട്ടോ എടുത്ത് നാളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അത് അങ്ങനെയൊന്നും ഞങ്ങൾ അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിക്കില്ല. ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഒരു ചാരപ്രവൃത്തി നടത്തിയ ഒരാളെ വ്ളോഗറായിട്ട് കൊണ്ടുവരില്ല. അത് പിന്നീട് അറിഞ്ഞതിന് അവരെന്ത് ചെയ്യാൻ പറ്റും? അതിനേക്കാളൊക്കെ എത്ര ഗൗരവമുള്ള വിഷയം. നമുക്ക് നല്ല ഡിബേറ്റ് നടക്കട്ടെ, നല്ല ഡിബേറ്റ് നടക്കട്ടെ. അതിൻ്റെ ഒരു അതിൻ്റെ ബെനഫിഷ്യറി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളാണ്. രാഷ്ട്രീയം അങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയം. അതുകൊണ്ടാണ് ആ വിഷയം ഫോക്കസ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതലുമാണ് സർക്കാർ ആശുപത്രി. അതിനെക്കുറിച്ച് ഗൗരവ വാക്സിനെ കുറിച്ച് എന്നാണ് കൊടുക്കണേ. ആ മരുന്ന് 1,65,000 പേരെ പട്ടിയടിച്ചു. മറ്റേ എല്ലാവരും മരിച്ചു. ഇഞ്ചക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മരുന്നൊക്കെ ശരി അത് അന്വേഷിക്കേണ്ട മരുന്ന് ശരിയാണെന്ന്. സമരം നടത്തേണ്ടത് രാജ്ഭവനിലേക്കായിരുന്നു എന്നും കേരള സർവകലാശാലയിലേക്ക് SFI നടത്തിയ സമരാഭാസമായിരുന്നു എന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ജ്യോതി മൽഹോത്ര വിഷയത്തിൽ ഏതായാലും പ്രതിഷേധത്തിനില്ല. അത് സർക്കാർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അത്തരം വിവാദങ്ങളിലേക്ക് കടക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.